അൺബോക്സിങ് ഡൂഡും അതുപോലെ തന്നെ സഹോദരിയായിട്ടുള്ള ഡൂഡിയും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ കുറേയധികം ചർച്ചാ വിഷയമായിട്ടുള്ളത്. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്യൂഡിയും കൂടെ എപ്പോഴും ഒരുമിച്ച് വീഡിയോസിൽ വരാറുണ്ട്. അവർ ഒരുമിച്ചുള്ള കോംബോയാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ കുറച്ച് നാളായിട്ട് ഡ്യൂഡിയെ വീഡിയോയിലൊന്നും കാണാറില്ല. ആൾക്കാർ ചോദിക്കാനും തുടങ്ങി എന്ത് പറ്റി, ഡ്യൂഡി എന്താണ് കാണാത്തത് എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡ്യൂഡും അതുപോലെ തന്നെ ആ ഒരു വൈഫും കൂടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെ എന്ന് പറഞ്ഞൊരു സെക്ഷൻ വെച്ചിട്ട് അതിനകത്ത് പറയുന്നത് ഇതാണ് ഡ്യൂഡി ഇപ്പം കോളേജ് അങ്ങനെ പോയി വരുന്നതുകൊണ്ട് പോയിട്ട് വൈകുന്നേരമൊക്കെ വരുമ്പോഴത്തേനും സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നിരുന്നാൽ പോലും ഡ്യൂഡി വേറെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ആ ഒരു യൂട്യൂബ് ചാനൽ അമ്മയുടെ കൂടെയൊക്കെ ഉള്ള വീഡിയോസ് അതുപോലെ തന്നെ കൂട്ടുകാരിയുടെ കൂടെയുള്ള വീഡിയോസൊക്കെയാണ്. വീട്ടിലുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ വീട്ടിൽ ഉള്ള വീഡിയോസ് ഇട്ടിട്ട് പോലും അതിനകത്ത് ഡ്യൂഡിനെ ഒന്നും തന്നെ കാണിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഫാൻസിന് ഒരു സംശയം പോലെ വരുന്നത്. ഇവർ തമ്മിൽ വേർപിരിഞ്ഞു, ഇവരിപ്പോൾ മിണ്ടാറില്ലേ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരുമിച്ചുള്ള വീട്ടിലുള്ള സമയത്ത് ഒരു കാരണവശാലും ഒരു വീഡിയോയിൽ വരാതിരിക്കാനൊന്നും ചാൻസ് ഇല്ലല്ലോ, പിണക്കം അല്ലെങ്കിൽ. പക്ഷെ വീട്ടിൽ കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട്, പക്ഷേ ഡ്യൂഡിനെ ഒന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഡ്യൂഡിൻ്റെ വൈഫായിട്ടൊന്നും തന്നെ ഡ്യൂഡിയുടെ വീഡിയോയും കാണുന്നില്ല. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായോ എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ഡൗട്ട് വന്നത്. അത് മെയിനായിട്ട് ഇപ്പം ഡ്യൂഡ് കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നങ്ങൾ വന്നത്. എല്ലാം ഈ ഒരു ഡ്യൂഡ് കല്യാണം കഴിച്ച ഒരു പെണ്ണിൻ്റെ പ്രശ്നമാണ്, പെൺകുട്ടിയുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേയധികം പേര് കമൻസും കാര്യങ്ങളും ഇടുന്നുണ്ട്.